പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം വായിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം വളരെ സുപരിചിതമായതും നമ്മളെപ്പോഴും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിശക്തമായ ദൈവിക ദൂതാണ് നാം വായിച്ച ദൈവവചനം എന്ന് പറയുന്നത്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ളത്. പലപ്പോഴും ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന അവസരങ്ങളിൽ ഈ വചനം നമ്മെ അവന്റെ സമാധാനിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അല്ലേരിയ. ഇന്ന് പകൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും കുറവുകൾ ഉണ്ടെന്നുള്ളതാണ്. അല്ലേരിയ. മനുഷ്യ ജീവിതത്തിലെ സകല കുറവുകളും പരിഹരിക്കുവാൻ ഈ ലോകത്തിൽ മാനുഷികമായ കരങ്ങൾക്ക് കഴിയില്ല. പിന്നെയോ ആമി സകലത്തിൽ സൃഷ്ടിച്ച കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ മാനുഷികമായ കുറവുകളെ പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ. പ്രൈസലോ. ഈ ലോകത്തിൽ എത്ര വലിയ ധനാഢ്യന്മാരായിരുന്നാലും അവർക്കെല്ലാം കുറവുകളുണ്ട്. പ്രൈസലോ. ഭൂമി മനുഷ്യൻ എന്ന് പറയുന്ന സകല ജനത്തിനും അവരവരുടേതായ നിലയിലുള്ള കുറവുകൾ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ കുറവുകൾ കണ്ടുകൊണ്ട് നാം പരാജിതരായി മാറാതെ ആ കുറവുകളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഒരാത്മീയന്റെ ജീവിത ലക്ഷ്യം, ആത്മീയന്റെ പ്രാർത്ഥനയും. അല്ലേലിയ. ചിലരുടെ ജീവിതത്തിൽ കുറവുകള് പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ അവരതിൽ നിരാശിതരായി ദുഃഖിതരായി ജീവിതം തന്നെ ഒടുക്കിക്കളയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൈസലോ. എന്നാൽ ഒരു കർത്തൃ സന്നിധി നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും നിരാശനായി മാറുന്നില്ല. അവൻ ദൈവത്തിൽ മുഴങ്കാലും മടക്കിയിരുന്ന് പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് മറുപടി കണ്ടെത്തും. അല്ലേ? അപ്പം കുറവുകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അല്ലേ? ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആഹാരത്തിനായിട്ടായിരുന്നാലും വസ്ത്രത്തിനായിട്ടായാലും സാമ്പത്തികമായിട്ടിരുന്നാലും വീടായാലും സ്ഥലമായിരുന്നാലും ജോലിയിലായിരുന്നാലും ശാരീരികമായി നോക്കിയാലും മാനസികമായി നോക്കിയാലും എല്ലാ നിലകളിലും നമുക്ക് കുറവുകളുണ്ട്. പ്രൈസലോ. അല്ലേരിയ. അപ്പൊ സാധാരണക്കാരനും സമ്പന്നനും കുറവുകളുണ്ട്. പ്രൈസലോ. അപ്പൊ എല്ലാ വിധത്തിലുള്ള കുറവുകളെ പരിഹരിക്കുവാൻ കഴിയുന്നവൻ നസ്രായനായ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിൽ അനവധി മതങ്ങളും മത നേതാക്കന്മാരും മതത്തിൻ്റെതായ എല്ലാ തത്വങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്റെ കുറവുകളെ എങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു പഠിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അല്ലേരിയ. എന്നാൽ മനുഷ്യന്റെ കുറവുകളെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവചനത്തിൽ മാത്രമാണ്. അല്ലേരിയ. ഒരിക്കലും ഒരു യുവാവ് തനിക്ക് പതിഞ്ഞ ഒരു മൂക്ക്, തനിക്കുള്ള പതിഞ്ഞ മൂക്കിനെ ഓർത്ത് വളരെ നിരാശിതനായി ദുഃഖിതനായി വളരെ ഭാരപ്പെടുകയാണ്. അല്ലേരിയ. ഈ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യൻ മറ്റുള്ള എല്ലാവരെയും നോക്കുമ്പം തന്റെ ജീവിതത്തിലെ കുറവുകൾ താൻ കണ്ടുകൊണ്ട് എപ്പോഴും താൻ ദുഃഖിതനായി മാറിയിരുന്ന് വിലപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കടന്നു പോകുന്നവരെല്ലാം ഈ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യനെ നോക്കി അല്ലേരിയ അവരെ കളിയാക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. പ്രൈസലോ. അങ്ങനെ ജീവിതത്തിൽ സഹിച്ചുകൂടാനാവാത്ത അപമാനങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ ജീവിതം വളരെ തള്ളി നിൽക്കുകയാണ്. പ്രൈസലോ. അല്ലേരിയ. അങ്ങനെ തനിക്ക് സഹിക്കാൻ കഴിയാത്ത അപമാനവും നിരാശയും ഉണ്ടായി അടിക്കടി കണ്ണാടി നോക്കി തന്റെ പതിഞ്ഞിരിക്കുന്ന മൂക്കിനെ നോക്കി അദ്ദേഹം പറയുമായിരുന്നു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്തിനാണ് ഞാൻ ജനിച്ചത്, എന്തിനാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത്, എന്തിനാണ് ഞാൻ വേദന അനുഭവിക്കുന്നത്, ഈ നിരാശകളും ദുഃഖങ്ങളും അപമാനങ്ങളും ഞാൻ എന്തിനാണ് സഹിക്കുന്നതെന്ന് അദ്ദേഹം കണ്ണാടിയിൽ നോക്കി തന്റെ പതിഞ്ഞ മൂക്ക് കണ്ടുകൊണ്ട് തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം. അല്ലേരിയ. അപ്പൊ എല്ലാവരുടെയും പരിഹാസപാത്രമായി മാറിയല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന നിമിഷങ്ങൾ ഈ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യന്. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നു പോകാം. ഇവിടെ ഈ മനുഷ്യന് പതിഞ്ഞ മൂക്കാണെങ്കിൽ അഥവാ അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തുന്ന ആ സാഹചര്യമാണെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, എനിക്കും നിങ്ങൾക്കും ഇതേപോലെയുള്ള ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധികളുണ്ട്.
ഏതെങ്കിലും പ്രതിസന്ധികളുണ്ട്, അല്ലെങ്കിൽ ആ പ്രതിസന്ധികൾ നടുവിൽ നാം തകരുവാനല്ല, അതിനെ അതിജീവിക്കുവാൻ കഴിയണം. ജീവിതത്തിൽ നിന്ദകൾ കടന്നു വരാം, അപമാനങ്ങൾ കടന്നു വരാം, പരിഹാസങ്ങൾ കടന്നു വരാം, ചോദ്യചിഹ്നങ്ങൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം, ശോധനകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വരാം. ഒരുപക്ഷെ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴുന്നത് പോലെ തോന്നിക്കാം. ഒരു കച്ചിത്ത് വരുമെങ്കിലും ആശ്രയമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയേക്കാം. അല്ലേ? ജീവിതത്തിൽ അങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന കുറവുകളെ കാണുമ്പോൾ നിങ്ങളുടെ ഭാരപ്പെട്ടു പോകരുത്. തിരുവചനം പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്ത് തരുമെന്നാണ്. വിശ്വസിക്കാൻ കഴിയണം. അല്ലേ? ജീവിതം അങ്ങനെയൊക്കെയാ. ജീവിതം എന്ന് പറയുന്നത് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ജീവിതം സന്തോഷിപ്പാൻ കഴിയുന്നത്. പ്രൈസറോ, നമുക്കറിയാം, ഒരു ചെറിയ കുട്ടി പഠിച്ച് 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 അത് മുന്നോട്ട് വരും തോറും, ഓരോ വർഷം പോകും തോറും ആ പഠിക്കുന്ന ആ സ്റ്റാൻഡേർഡ് പരീക്ഷ എഴുതണം. ആ പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ ആ കുട്ടിക്ക് ജീവിതത്തിന്റെ കഷ്ടപ്പാട്, പഠനത്തിന്റെ കഷ്ടപ്പാടെന്ന് അറിയുള്ളൂ. അപ്പോഴാണ് നന്നായിട്ട് പഠിക്കുവാനും പരീക്ഷ എഴുതണം, ജയിക്കുക എന്നുള്ള ആ താല്പര്യം കുട്ടിയിൽ ഉണ്ടാകുന്നതും അവൻ ശക്തമായി പഠിക്കുന്നതും പരീക്ഷയിൽ ജയിക്കണമെന്ന് ആവേശത്തോടെ മുന്നോട്ട് പോകുന്നതും. കഠിനമായ തീരുമാനം, കഠിനാധ്വാനം ഒക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞവരാണ് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ. ചില കഠിനാധ്വാനങ്ങൾ നമുക്ക് ആവശ്യമാണ്, കഠിന പരിശ്രമം നമുക്ക് ആവശ്യമാണ്. ആമേ, മറ്റുള്ളവർ നിന്നെ കണ്ട് പരിഹസിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ അത് ഓർത്ത് നീ നിരാശനായി ദുഃഖിതനായി ഇരിക്കാതെ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ ഉണ്ടാക്കിയവനും നിന്നെ നിർമ്മിച്ചുമായിരിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ അല്ലേലൂയ നീ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കുറവുകളെ മുഴുവൻ ദൈവം നികത്തി തരും, രക്തം ചെയ്യാൻ. അപ്പൊ ഈ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ നിരാശയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു പൂന്തോട്ടത്തിൽ പോയി. ഒരിക്കൽ ഈ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യൻ ഈ പൂന്തോട്ടത്തിൽ പോയി. അദ്ദേഹം പൂന്തോട്ടത്തിൽ എന്തിനാ പോയത്? പൂന്തോട്ടത്തിൽ പോയതിന്റെ കാര്യം ഒന്നേ ഉള്ളൂ. എല്ലാവരും നിന്ന് അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റു നിൽക്കുന്ന അദ്ദേഹത്തിന് അല്പം നിമിഷമെങ്കിലും ഒരു ആശ്വാസം കിട്ടിക്കോട്ട്, ഒരു സന്തോഷം കിട്ടട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം പൂന്തോട്ടത്തിൽ പോയി അല്ലെങ്കിൽ അവിടെ ചെന്നിരിക്കുക, സമയങ്ങൾ ചെലവഴിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ അദ്ദേഹം പൂന്തോട്ടത്തിൽ ചെലവഴിക്കുമ്പോൾ അവിടെ ഒരു യുവതി മനോഹരമായി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. പൂന്തോട്ടത്തിനകത്തുനിന്ന് മനോഹരമായ പാട്ട് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഒരു നല്ല മനോഹരമായ സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിഗാനങ്ങളായിരുന്നു അവൾ പാടിയിരുന്നത്. കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിഗാനങ്ങളാണ് പാടിയത്. ആ മനുഷ്യന് വളരെ, ആ പതിഞ്ഞുള്ള മൂക്കുള്ള മനുഷ്യന് വളരെ സന്തോഷം തോന്നി, ആശ്വാസം തോന്നി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ കുളിർമയുണ്ടായി. അതുവരെ നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റുകൊണ്ട് തന്റെ കുറവിനെ മാത്രം കണ്ട് നിരാശിതനായി ഇരുന്ന ആ മനുഷ്യൻ ഈ പൂന്തോട്ടത്തിൽ വന്ന് സുന്ദരിയായ യുവതി ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വലിയ ആശ്വാസം. പ്രൈസർ, ഞാനിത് പറഞ്ഞതിന്റെ കാരണം അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നാം നാം തകർന്ന, നാം ക്ഷീണിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിനകത്തൊരു കുളിർമയുണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും, ഒരു ആശ്വാസം ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ എന്റെ കുറവുകളൊക്കെ പരിഹരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലേലിയ, നിങ്ങളും അതേ അനുഭവത്തിലേക്ക് വേണം. അപ്പൊ ഈ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യൻ വളരെ സങ്കടത്തോടെ ആമേലെ ഇരുന്ന ആ മനുഷ്യൻ ഈ സുന്ദരിയായ യുവതിയുടെ പാട്ട് കേട്ട് സന്തോഷിക്കുക. അല്ലേലിയ, അങ്ങനെ അവൾ പാട്ടുപാടി അവസാനിച്ചപ്പോൾ ആ യുവാവ് ആ സഹോദരി അരികിൽ ചെന്നു. എന്നിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, എന്റെ സഹോദരി, നീ എത്ര വലിയ സുന്ദരിയാണ്, നിന്നെ കാണാൻ എത്ര നല്ലതാണ്, നിന്റെ വായിൽ നിന്ന് നിന്റെ അതരങ്ങളിൽ പുറപ്പെട്ട പാട്ടുകൾ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തന്നു, നീ എത്ര നല്ല ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ യുവതിയെ അദ്ദേഹം അമേരിയ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവളെ വളരെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. അല്ലേലിയ, എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, നീ ഇത്രമാത്രം സുന്ദരിയാ, നീ എന്നെ ഒന്ന് നോക്കിയാട്ട്, എന്റെ ഈ പതിഞ്ഞ മൂക്ക്, ഈ വിരൂപമായ മനുഷ്യൻ, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നും കണ്ണുനീരാണ്, ദുഃഖമാണ്, നിരാശയാണ്, എന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് എന്നെ എന്നും പരിഹസിക്കുന്നവരാണ്. നാട്ടിലായാലും വീട്ടിലായാലും എല്ലാം എന്നെ പതിഞ്ഞ മൂക്കനെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സുമടുത്ത് ഞാൻ ഈ തോട്ടത്തിൽ വന്നിരുന്നപ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട സ്തുതിഗീതങ്ങൾ കേട്ടപ്പോൾ അല്ലേലൂയ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമായി. അങ്ങനെ ഈ വിരൂപനായ മനുഷ്യൻ അല്ലേലൂയ
പറഞ്ഞ് എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, എനിക്കൊരു മരണം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യൻ ഈ പാട്ടിനകത്ത് അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി ഹല്ലേലൂയ ചിരിച്ച മുഖത്തോടെ ആ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യന്റെ അരികിലേക്ക് വന്നിട്ട് അവളുടെ കണ്ണട ഊരി, അവൾ കണ്ണാടി വെച്ച കണ്ണട ഊരി കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു കണ്ണിന് കാഴ്ചയില്ല. ഹല്ലേലൂയ. ആമി തലയോ മൊട്ടത്തലയായിരുന്നു. ഹല്ലേലൂയ. തന്റെ കൈ കൊണ്ട് ആമി കാലുകൾ പിടിച്ചാട്ടി. 2 കാലുകളും മരത്തിൻ്റെതായിരുന്നു. മരത്തിൻ്റെതായിരുന്നു. അവൾ പറഞ്ഞു, ശരീരത്തിലുള്ള കുറവുകളാൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെക്കാൾ ഹൃദയത്തിൽ ക്രിസ്തു നൽകുന്ന പൂർണ്ണതയാണ്, സമാധാനമാണ് ഏറ്റവും വലുതെന്ന് ആ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യനോട് പറഞ്ഞു. അവള് വന്നപ്പോൾ ആ സുന്ദരിയായ സ്ത്രീ വന്ന് അവിടെ കണ്ണട ഊരിയപ്പോൾ അവൾ കണ്ണിന് കാഴ്ചയില്ലാത്തവളാണ്. അവിടെ ശരീരം മുഴുവൻ വെലിഞ്ഞതാണ്, കറുപ്പ് നിറമുള്ളവളാണ്. അവിടെ കാലുകൾ അവൾ അനക്കി കാണിച്ചു, അത് വെപ്പ് കാലായിരുന്നു. ഹല്ലേലൂയ. അവൾ പറയുകയാണ്, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് സഹോദര, നിന്നെക്കാൾ ഒരുപാട് വിരൂപയാ ഞാൻ. എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും താല്പര്യമില്ല. എന്റെ ഭവനത്തിനകത്ത് എന്റെ സഹോദരങ്ങളും ബന്ധുക്കളും എന്നെ കാണുന്നവരെല്ലാം എന്റെ കുറവുകൾക്ക് തന്നെ ആമിനെ നിന്ദിക്കുകയാണ്. അതിന്റെ നടുവിൽ ഞാൻ സന്തോഷിക്കുന്നത് ഈ പൂന്തോട്ടത്തിൽ വന്ന് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോഴാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ എന്റെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെന്ന് ഈ സഹോദരി പറഞ്ഞപ്പോൾ പതിഞ്ഞ മൂക്കുള്ള മനുഷ്യന്റെ ഹൃദയത്തിലെ സങ്കടം മാറിപ്പോയി. ഒന്ന് നോക്കിയാട്ട്, 2 പേർക്കും കുറവുകളാണ്, 2 പേരും ബലഹീനരാണ്. അവരെ 2 പേർക്കും ആശ്വാസം കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടല്ല നീ ഭാരപ്പെടേണ്ടത്. നിന്റെ ജീവിതത്തിന്റെ വിജയത്തെ നീ കാണണം. പ്രൈസ്. നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുവാൻ അനവധി ആളുകൾ കാണും. നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നിന്നെ അപമാനിക്കാനും നിന്ദിക്കുവാനും പരിഹസിക്കുവാനും പലരും മുന്നോട്ട് വരാം. നിന്നെ തുടച്ചു നീക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന, നിന്നെ ചോദ്യം ചെയ്യുന്ന, നിന്റെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ പോലും നിന്നെ അപമാനിക്കുന്ന വിധത്തിൽ നിന്നെ തകർക്കുന്ന ചില വാക്കുകൾ കടന്നു വരുമ്പോൾ പ്രൈസലോ അവിടെ നിന്ന് നിരാശനായി മാറരുത്. പ്രൈസലോ അവിടെ നീ സന്തോഷിക്കണം. ഹല്ലേലൂയ. നിന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണ്, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ വീണ്ടെടുത്തവൻ ദൈവമാണ്. നിന്റെ കുറവുകൾ മുഴുവൻ പരിഹരിക്കുവാൻ കർത്താവിന് കഴിയും. ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസം നിനക്ക് കാണത്തില്ല, ആരോഗ്യം കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ല, മറ്റുള്ളവരെ പോലെ പണം കാണത്തില്ല, മറ്റുള്ളവരെ പോലെ താമസ സൗകര്യം, വലിയ വീടുകൾ കാണത്തില്ല, വലിയ ജോലികൾ പണം കാണത്തില്ല. ഹല്ലേലൂയ. എടുത്തു പറയത്തക്ക യാതൊരു സവിശേഷതകളും നിനക്കില്ലെങ്കിലും ഹല്ലേലൂയ, നിന്നെക്കാൾ ആയിരക്കണക്കിന് ശ്രേഷ്ഠമായ മധ്യത്തിൽ നിന്റെ കുറവുകളെ കണ്ട് പരിഹരിച്ച് നിന്നെ വിടുവിച്ചെടുക്കുന്നവനായ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ ലോകത്തിൽ നിന്റെ കുറവുകളെ അല്ല നീ കാണേണ്ടത്, നിന്റെ വിജയങ്ങളെ കാണണം. പ്രൈസ് ദി ലോർഡ്. കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അതിൽ നമ്മൾ ഭാരപ്പെട്ടാൽ, നിരാശപ്പെട്ടാൽ ആ നിരാശ നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോകും, നമ്മെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ കഴിയാതെ, കൂട്ടായ്മയോട് അടുക്കാൻ കഴിയാതെ വളരെ ഭാരപ്പെടും. നമ്മൾ നോക്കിയാട്ടെ, എനിക്ക് നിങ്ങൾക്കും 2 കൈയും കാലും, നമുക്ക് കണ്ണും മൂക്കും ചെവിയും അത്തരങ്ങളും എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഒന്നിനും കേടുപാടില്ലാതെ ദൈവം നമ്മെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെപ്പോലെ എത്രയോ ആളുകളാണ് കൈക്ക് സ്വാധീനമില്ലാതെ, കാലിന് സ്വാധീനമില്ലാതെ, ചെവി കേൾക്കാതെ, കണ്ണ് കേൾക്കത്തില്ലാതെ, സംസാരിക്കാൻ കഴിയാതെ ബലഹീനരായിരിക്കുന്ന എത്രയോ ആയിരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ ജനങ്ങളെ നമ്മൾ ഓരോ ദിവസം കാണുന്നു. അവരെ കാണുമ്പോൾ നീ ചിന്തിക്കണം, അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് നീ അവരെ കണ്ടുപഠിക്കണം, വ്യക്തം ചെയ്യും. മറ്റുള്ളവന്റെ കുറവുകളെ നോക്കുമ്പോൾ, ആ കുറവുകൾ അവർ ഉണ്ടായിട്ടവരെ ദൈവരെ നടത്തുന്നത് ഓർക്കുമ്പോൾ, ദൈവരെ മഹത്വപ്പെടുന്നു, ദൈവരെ ഉയർത്തുന്നു ഓർക്കുമ്പോൾ, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിലും ബലത്തിലും ഒക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഹല്ലേലൂയ. പതിഞ്ഞ മൂക്കുള്ള മനുഷ്യന്റെ സങ്കടങ്ങൾ മാറി. കണ്ണിന് കാഴ്ചയില്ലാത്ത, വളരെ മെലിഞ്ഞ, കറുത്തിരിക്കുന്ന, ഒരു വെപ്പുകാലുള്ള
ആ സഹോദരിയുടെ നാവിൽ നിന്ന് പുറപ്പെട്ട ഇണമുള്ള സ്തുതിഗീതങ്ങൾ, ദൈവത്തെ മഹത്വ സ്തുതിഗീതങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നു. ഞാനിത് പറയാൻ കാരണം ഞാനിത് പുസ്തകത്തിൽ വായിച്ചൊരു സംഭവമാണ്. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജീവിതം ഒരിക്കൽ മാത്രമാണ്, ഒരു നിമിഷം ഒരിക്കൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, ഒരിക്കൽ മാത്രമേ നമുക്ക് ഭൂമിയിലൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. അതിനിടയിൽ അനവധി ശോധനകൾ കടന്നു വരും. മോശയുടെ വാക്കുകളെ നോക്കിയാൽ മനുഷ്യന്റെ ആയുസ് 70, ഏറെയായ 80 എന്ന അത് വേഗം തീരെ നമ്മൾ പറന്നു പോവുകയും ചെയ്യും. അതെ, ലഭിച്ച സമയത്തിനകത്ത് കഷ്ടതകളുണ്ട്, ശോധനകളുണ്ട്, നിന്ദകളുണ്ടെന്നേ. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ജീവിതം പട്ടുമെത്തയുടെ അനുഭവമല്ല. ക്രിസ്ത്യൻ ജീവിതം മുള്ളും പറക്കാലുകൾ കൊണ്ട് നിറയപ്പെട്ട് കഷ്ടതയുടെ അനുഭവത്തിലൂടെ വേണം ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ. ഒരുപാട് കുറവുകൾ കടന്നു വരാം, ഒരുപാട് ബലഹീനതകൾ കടന്നു വരാം, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാം. എല്ലാത്തിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത്. നിന്റെ കുറവുകളിൽ നീ പരാജയനായി മാറരുത്. ദൈവം പറയുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും കുടുംബമായിട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണാം. മക്കളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ജോലി വേണം, വലിയ എന്നൊക്കെയുള്ള അനവധി ചിന്തകൾ കാണാം. ഒരുപക്ഷെ ജോലിയെടുക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്, ഏതെങ്കിലും ബലഹീനതയായിരിക്കും നിങ്ങൾക്ക്, ഏതെങ്കിലും മാരകമായ രോഗത്തിന് നീ അടിമപ്പെട്ടവളായിരിക്കാം. എന്നാലും നിന്നെ നിർമ്മിച്ചൊരു ദൈവമുണ്ട്, നിനക്ക് സൃഷ്ടാവുണ്ടെന്ന് നീ തിരിച്ചറിയുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്റെ കുറവുകളുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ഞാൻ ഈ ദൈവത്തിനും പറയുമ്പോൾ ജീവിതത്തിൽ കടന്നുപോയ ചില നിമിഷങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്, ജീവിതത്തിൽ കടന്നുപോയ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, കടന്നു വന്ന ശോധനകളൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ട്. പല നിന്ദകളും അപമാനങ്ങളും പരാജയത്തിന്റെ വാക്കുകളും നിരാശപ്പെടുന്ന വാക്കുകളും മറ്റുള്ളവരിൽ ചവിട്ടി താഴ്ത്ത അനേക സന്ദർഭങ്ങളിലൂടെ എന്റെ ജീവിതം കടന്നുപോയിട്ടുണ്ട്. അല്ലേരിയ അവിടെയൊക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, എനിക്ക് കുറവുണ്ടെങ്കിൽ അങ്ങതറിയുന്നു, എനിക്ക് തന്ന കുറവുകളെല്ലാം അങ്ങ് തന്നതാണ്. എന്റെ കുറവുകളെ ഓർത്ത് ഞാൻ നിന്ദിതനായി ഞാൻ നിരാശപ്പെട്ടു പോകാതെ എന്റെ കുറവുകൾ പരിഹരിക്കുന്ന കർത്താവേ, അവിടുന്ന് എന്നെ മാനിക്കണമേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങളെക്കാളെല്ലാം കുറവുകളുള്ള മനുഷ്യരാണ് ഞാൻ അങ്ങനെ പറഞ്ഞു ചിന്തിക്കും. നിങ്ങളെക്കാളൊക്കെ ഒരുപാട് കുറവുകളുണ്ട്, എന്നാൽ എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. അല്ലേലിയ. വചനം എന്താണ് പറയുന്നത്? മറ്റുള്ളവനെ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളാനാണ് പറയുന്നത്. അല്ലേ? നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ശ്രമിക്കും, നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഉയരുവാൻ കഴിയുന്നത്. അല്ലേലിയ. നാം നമ്മെ തന്നെ ഉയർത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും ഉയരുവാൻ കഴിയുന്നത്. നാം നമ്മെ ഉയർത്തുമ്പോൾ നമ്മെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങിയാൽ പിന്നെ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. എവിടെ നീ അപമാനിക്കപ്പെട്ടോ, എവിടെ പരിഹസിക്കപ്പെട്ടോ, അതിന്റെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. അങ്ങനെ അനവധി ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഹൃദയത്തിൽ ഏറി വരുമ്പോൾ നല്ലരിയ അവിടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി സ്തോത്രങ്ങളായി വചനം പറയുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അല്ലേരിയ ബുദ്ധിമഹത്വത്തോടെ തന്റെ ധനത്തിനത്തെ വിശ്വസിച്ച് പൂർണ്ണമായി തീർത്ത് തരുമെന്ന് പൗലോസ് പറയുമ്പോൾ, പൗലോസിന് ഈ വാക്യത്തിനകത്ത് എന്താണ് പൗലോസ് ഉദ്ദേശിച്ചത്? എന്താണ് അതിന്റെ ചരിത്ര ഭാഗം കൂടെ നമ്മൾ ചിന്തിച്ച് ഞാൻ ആ ഭാഗം കൊണ്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ എന്റെ ദൈവം എന്ന പ്രയോഗം പൗലോസിന് ഹൃദ്യമായിട്ടുള്ളതാണ്. എന്റെ ദൈവം എന്നുള്ള പൗലോസിന് വളരെ ഹൃദ്യമായിട്ടുള്ളതാ, അർഹതപ്പെട്ടതുമാണ്. അതൊരു ഏറ്റുപറച്ചിലിന്റെ വചനമാണ്. പൗലോസ് അതൊരു ഏറ്റുപറച്ചിലിന്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു പോരുന്നവനുമായി ദൈവം എന്നാണ് കപ്പൽ ഛേദത്തിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27:23 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഫിലിപ്പിയർ തങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പൗലോസിനെ സഹായിച്ചു. അതിന് തക്കവണ്ണം തിരിച്ചു കൊടുക്കുവാൻ പൗലോസിന് കഴിയില്ല. അപ്പൊ കപ്പൽ ഛേദമുണ്ടായപ്പോൾ പൗലോസിനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. കപ്പലുണ്ടായിരുന്ന 276 യാത്രക്കാരെ വിടുവിച്ചൊരു ദൈവമുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ വളരെ അനുഭവമാണ്. പൗലോസിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഫിലിപ്പിയിലുള്ള സഭ പൗലോസിനെ വളരെ കൈത്താങ്ങൾ കൊടുത്ത് സഹായിച്ചു. അങ്ങനെ പൗലോസിനെ വളരെ കൈത്താങ്ങൾ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ സഹായിച്ചതിന് നിങ്ങളെന്നോട് കാണിച്ച നന്മയ്ക്കും തക്കവണ്ണം തിരിച്ചു തരുവാൻ എന്റെ കൈയൊന്നുമില്ല. പ്രൈസലോ.
ഞാൻ ആ ഭാഗവത ചരിത്ര ഭാഗങ്ങൾക്ക് വായിച്ചപ്പോൾ എനിക്ക് വളരെ വേദനയും സങ്കടമൊക്കെ തോന്നി. ശരിയല്ലേ പൗലൂസ് പറയുന്നത്? നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠനായ മനുഷ്യനാ. എന്നിട്ട് പൗലൂസ് പറയുകയാണ്, എനിക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്നാൽ എന്റെ ഉടയവൻ നിങ്ങൾക്ക് ധാരാളമായി തിരിച്ചു തരും. പൗലൂസ് പറയും, എന്റെ ഉടയവൻ നിങ്ങൾക്ക് ധാരാളമായി തിരിച്ചു തരും. അല്ലേ? അതും ധനത്തിന്റെ സ്ഥിതിക്ക് ഒത്തവണ്ണം തീർത്തു തരുമെന്നാണ് പൗലൂസ് പറയുന്നത്. നമ്മളോടുള്ള വാക്കാകട്ടോ, നമ്മളുള്ള വാക്കുകളാ. ഹല്ലേലൂയ. കർത്താവ് പറയാ, നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുവാൻ, നിനക്ക് വേണ്ടുന്നതെല്ലാം തന്നു നിറയ്ക്കാൻ കഴിയും. ഫിലിപ്പി സഭയോട് പൗലോസ് പറയാ, എനിക്കൊന്നും തന്ന് സഹായിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ കഴിയില്ലെങ്കിലും ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ഉടയവൻ, എന്റെ ദൈവം, അതെ എന്ന് പറയാൻ കഴിയുമോ? ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. അതിന്റെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്നെ സഹായിക്കും, നിന്നെ ബലപ്പെടുത്തുമെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഒരുപാട് പ്രതിസന്ധികൾ നമുക്കറിയാം. ഒരു മനുഷ്യൻ ഒരു മാസം ജീവിക്കണമെങ്കിൽ വളരെ ഭാരം അനുഭവിക്കണം. വാടക വീട്ടിലാണ് താമസിക്കൽ, വാടകയുടെ കാശുണ്ടാക്കണം, വെള്ളത്തിന്റെ കാശുണ്ടാക്കണം, വൈദ്യുതിയുടെ കാശുണ്ടാക്കണം, കുട്ടികളുടെ പഠനം, വണ്ടിക്കൂലി എന്ന് വേണ്ട എല്ലാം നമ്മൾ കൊടുക്കണം, ഗ്യാസ് എന്ന് വേണ്ട, ഒന്നിനു പുറകെ ഒന്നായിട്ട്. നമ്മൾ ഈ പറയലേ, ഒന്ന് മാറുമ്പോൾ ഒന്ന് കൂരുമേ കുരു എന്നൊക്കെ പറയുന്ന പോലെ, ഒന്ന് മാറുമ്പോൾ ഒന്ന് വന്നെന്ന് പറഞ്ഞ പോലെ കുടുംബ ജീവിതം അങ്ങനെ തന്നെയാ കേട്ടോ. ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഘട്ടം, അത് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ മാറി 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 വന്ന് നമ്മളെ അസഹ്യപ്പെടുത്തി കളയും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനത്തോടെ ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തതിൽ യേശു കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് നിന്നെ നിലനിർത്തുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഓർത്തു നോക്കി, കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ തകർച്ചയുടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാ, എത്രയോ തകർച്ചയിലൂടെ കടന്നുപോയിട്ടുണ്ട്, എത്രയോ സങ്കടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, എത്രയോ നിന്ദകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിന്റെ പേഴ്സിനകത്ത് ₹1 പോലും ഇല്ലാതെ വന്ന സമയമില്ലേ? നീ കണ്ണുനീർ തൂക്കിയ സമയമില്ലേ? നീ നിന്റെ ഭാര്യയും കൂടെ സംസാരിച്ചിട്ടില്ല, എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും, എങ്ങനെ മുന്നോട്ട് പോകും, നാളെ എങ്ങനെ അവരെ സ്കൂളിൽ വിടും, മക്കളുടെ ആവശ്യങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഓർത്ത് ഭാരപ്പെട്ട സമയങ്ങളില്ലേ? അല്ലെങ്കിൽ വേദനയോടെ ഇരുന്ന സമയങ്ങളില്ലേ? പക്ഷെ നീ പോലും അറിയാതെ നികത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നീ പോലും അറിയാതെ തീർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പൗലോസ് പറഞ്ഞ പോലെ പറയണം. കപ്പൽ ഛേദത്തിൽ വെച്ച് എന്നെ വിടുവിച്ച് എന്റെ ഉടയവനെ സേവിച്ചു നിൽക്കുന്ന ദൈവം ആ കപ്പൽ ഛേദത്തിനെ വിടുവിച്ചുവെങ്കിൽ എന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും, എന്റെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. മാരകമായ രോഗം വന്ന് ലോകം പറഞ്ഞ് നീ ഇനി സൗഖ്യമാകത്തില്ല, ഡോക്ടർമാർ പറഞ്ഞ് നീ സൗഖ്യമാകത്തില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, മരണം മാത്രമേ ഉള്ളത് പറഞ്ഞ് ഹോസ്പിറ്റൽ പോലും ഇതിനെ ഉപേക്ഷിച്ച സാഹചര്യങ്ങളിലല്ലേ? അല്ലെങ്കിൽ സ്തോത്രം, അങ്ങനെയുള്ള സാഹചര്യം കടന്നുപോയിട്ടില്ലേ? അവിടെ നിന്റെ ദൈവം വിടിവിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ കിടപെടുന്ന ദൂത്, അത് നീ കടന്നു പോകുന്ന ഏത് കുറവായിരുന്നാലും അതിന്റെ നടുവിൽ ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിന്റെ കുറവുകൾ നികത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. നമുക്കറിയാം, 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ, അവളുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളാണ്. സമൂഹത്തിൽ അവൾക്ക് വരാൻ കഴിയത്തില്ല, നിന്ദകളും അപമാനങ്ങളുമാണ്. അവൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അവൾക്കൊരാശ്വാസ വാക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവളൊരു സന്തോഷ വാക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവളോടൊന്ന് ചേർന്നിരിപ്പാൻ, അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടത്. ഹല്ലേലൂയ. അവൾ മനസ്സുകൊണ്ട് എഴുന്നേറ്റു, അവൾ മനസ്സുകൊണ്ട് പറഞ്ഞു, അവൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അവൾ മനസ്സിൽ ആഗ്രഹിച്ചു, എന്റെ ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ, യേശുവിന്റെ വസ്ത്രത്തൊങ്ങിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം വരുമെന്ന്. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്തു? ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ, ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ ബാധ മാറി രക്തസ്രാവം നിന്നു എന്ന നമ്മൾ മർക്കോസ് സുവിശേഷം 5:25 തൊട്ട് വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാവരും നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട് സമൂഹത്തിൽ വരുവാൻ കഴിയാതെ രോഗിയായി, ക്ഷീണതയായി, നിരാശയുടെ നദിയിലൂടെ മരണം മാത്രം ആഗ്രഹിച്ചിരുന്നവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തോങ്കൽ തൊട്ടപ്പോൾ അവളുടെ കുറവുകൾ പരിഹരിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സകല കുറവുകളും പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അത് നിന്നോടുള്ള ദൂത ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ദൈവം നിന്നോട് പറയുന്ന ചില ദൂതുകൾ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്നലകളിലെ കഷ്ടം മറന്ന് ഇന്നിന്റെ സന്തോഷം കാണാൻ കഴിയും. നാം ഇന്നലകളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല.
ഇന്നലെകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നാളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും സമൃദ്ധിയുടെ ദിവസം. ഇന്നാണ് നിന്റെ സന്തോഷത്തിന്റെ ദിവസം. അല്ലേരിയ. അതേ പൂന്തോട്ടത്തിനകത്ത് മനോഹരമായി പാട്ടുപാടിക്കൊണ്ടിരുന്ന ആ സൗര കുറവുകളുണ്ടല്ലോ. അല്ലേരിയ. അവൾ ആ കുറവുകൾ നോക്കാതെ പാട്ടുപാടി തന്റെ ദൈവത്തെ സ്തുതിച്ചു. പതിഞ്ഞ മൂക്കുള്ളവൻ ആമെ പാട്ട് കേട്ട് തന്റെ കുറവുകൾ മറന്നു പോയതുപോലെ നീ ദൈവത്തെ സ്തുതിക്കുന്നതോറും നിന്റെ കുറവുകൾ മറക്കുവാൻ തുടങ്ങും. അപ്പൊ പൗലോസ് പറയുകയാണ്, എനിക്ക് കഴിവൊന്നുമില്ലെങ്കിലും എന്റെ ദൈവം അല്ലെ അവന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളെ സഹായിക്കുമെന്നാണ്. അതെ, അവൻ നിന്നെ സഹായിപ്പാൻ ദൈവം അല്ലോ. നമ്മൾ വചനം വായിക്കുമ്പോൾ സ്തോത്രം നമുക്ക് അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വായിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്ന യാചകൻ അല്ലേരിയ. ആ മനുഷ്യൻ എന്ത് ചെയ്യും? കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി മുമ്പിൽ കൈകൂപ്പി നിന്നു. അല്ലേരിയ. കൈകൂപ്പി നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അലക്സാണ്ടർ ചക്രവർത്തി അല്ലേരിയ അദ്ദേഹം കൈകൂപ്പിന്ന മനുഷ്യൻ ഇഷ്ടം പോലെ സമ്മാനം കൊടുത്തു. അല്ലേരിയ എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. അല്ലേരിയ. എന്നാണ് വായിക്കുന്നത്, ആമെ കൈകൂപ്പി സാധുവിന് കൈ നിറയെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തു. അലക്സാണ്ടർ ചക്രവർത്തിയോട് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അല്ലേരിയ ചക്രവർത്തി പറഞ്ഞതെന്നാണ്, ഞാനൊരു ചക്രവർത്തിയാണ്, ഞാൻ എന്റെ സ്ഥിതിക്കനുസരിച്ച് ഞാൻ കൊടുക്കണം, അതാണ് നിനക്ക് തന്നത് എന്റെ ഏരിയ എന്ന് ചക്രവർത്തി പറഞ്ഞു. ഞാൻ തരുമ്പോൾ കൈ നിറച്ച് തരും അല്ലേരിയ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ സാധുവായ മനുഷ്യൻ കണ്ണുപിടിച്ചു പോയി. നമ്മൾ അത് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേരിയ. അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന മനുഷ്യന് കൈ നിറയെ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുവാൻ ചക്രവർത്തി തയ്യാറായി. അത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയ കണ്ണുപിടിച്ചു പോയ സാധു പറയുക, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തി പറയും, ഞാനൊരു ചക്രവർത്തിയാണ്, എനിക്കിഷ്ടമുള്ളത് എനിക്ക് മനസ്സ് നിറച്ച് ഞാൻ നിനക്ക് തരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കേൾക്കുന്ന പ്രിയരെ, ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളുടെ ഉടമ, ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളെ അടക്കി ഭരിക്കുന്നവൻ, ഈ സകലത്തിന്റെ അധികാരിയായ യജമാനായിരിക്കുന്ന, സകല മനുഷ്യനും ശ്വാസം തരുന്നവൻ, സകല മനുഷ്യനും ജീവിതം നിലനിർത്തുന്നവൻ, സകലത്തിന് തീ കൊടുക്കുന്നവൻ, ഭക്ഷണം കൊടുക്കുന്നവൻ, സകലത്തിന്മേലും അധികാരമുള്ള സർവജ്ഞാനിയായ ദൈവം ഹല്ലേലൂയ അത് നിന്റെ കുറവുകൾ മുഴുവൻ പരിഹരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പലപ്പോഴും വളരെ സങ്കടത്തിലൂടെ ഒക്കെ കടന്നു പോകാറുണ്ട്, ഞാനെപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ സന്തോഷിക്കും. കാരണം എന്താ വെച്ചാല് എന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ലോകത്തിൽ ആർക്കും കഴിയണമെന്നില്ല. എന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് സഹായമായി തീരുവാനും എനിക്ക് ആശ്വാസമായി തീരുവാനും ആർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒക്കെ നമ്മളെ വിളിക്കുകയും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ വേദനകൾ അന്വേഷിക്കാൻ ആരും കാണത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചൊരു വാക്കുകൊണ്ട് ഫോൺ താത്ത് വെച്ച് കഴിയുമ്പോഴും നിന്റെ ദുഃഖം മാറി എന്ന് വരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നെ താങ്ങി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. അവിടെ നിന്നെ താങ്ങി നിർത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രത്യേകത, ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ നിന്നെ തകർക്കുവാനല്ല, നിന്നെ ഉയർത്തുവാനാ. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനെ തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലുള്ള ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനം 1:12 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് ചില പരീക്ഷകൾ ഇവിടെ കടന്നുപോകും. നിങ്ങൾ അബ്രഹാമിനോട് ചോദിച്ചു നോക്കുക, അബ്രഹാമേ എത്രമാത്രം പരീക്ഷകൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കടന്നു വന്നു, അതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്, അങ്ങ് എങ്ങനെയാണ് മുന്നോട്ട് പോയത്. ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ അന്നത്തെ കാലഘട്ടം, ഇന്നത്തെ സാഹചര്യമല്ലല്ലോ അന്നത്തെ സാഹചര്യം. ഇന്നെല്ലാവർക്കും ഇഷ്ടംപോലെ പണങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, വീടുകളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം. അങ്ങയുടെ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അങ്ങ് മുമ്പോട്ട് പോയതെന്ന് നിങ്ങൾ അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ഹല്ലേലൂയ, മകനെ മകളെ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട്, എന്നെ വിളിച്ചു ഇറക്കിയ ഒരു ദൈവമുണ്ട്, എനിക്ക് വാഗ്ദത്തം തന്ന ദൈവമുണ്ട്. അവൻ എന്നെ ഒരിക്കലും വഴിയിൽ കളയുന്നവനല്ല, വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും. പാലിന്തേന് ഒഴുകുന്ന ദേശം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാഗ്ദത്തമുണ്ട്, ഞാൻ അതുമാത്രം ലക്ഷ്യമാക്കിയ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് എന്റെ വഴി യാത്ര ഞാൻ തളർന്നില്ലെന്ന് അബ്രഹാം പറയും. ഹല്ലേലൂയ. അത് സ്നേഹിത, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നിന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നവനല്ല, വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. നിനക്ക് രോഗം വരുമ്പോൾ, നിനക്ക് നിന്ന വരുമ്പോൾ, അപമാനം കടന്നു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, നിന്നെ കൈവിട്ടു പോകുന്ന ഈ ലോകത്തിലുള്ള മനുഷ്യനെ പോലെ അല്ലേശു ഹല്ലേലൂയ നിന്നോടൊപ്പം ചേർന്നിരുന്ന
അല്ലേരിയ. നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. എങ്ങനെയാ ആശ്വസിപ്പിക്കുക? എപ്പോഴും ഞാൻ പറയുന്ന വാക്ക, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുന്നതൊക്കെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-13 വാക്യമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ചില ദൈവ വചനങ്ങളൊക്കെ നമ്മെ അങ്ങ് ജീവിപ്പിക്കുന്ന വചനമാണതേ. അല്ലേ? അവിടെ തകർച്ചയിൽ നിന്നൊക്കെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുന്ന വചനമാണ്. അതുകൊണ്ട് തളരരുത്, ഒരിക്കലും തളർന്നു പോകരുത്. തളരാതെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. മടുത്തു പോകാൻ നിൽക്കുവാൻ കഴിയണം. അല്ലേരിയ. ഒരു ജീവിതം നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ആമെ നയിക്കുവാൻ കഴിയണം. അല്ലേരിയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അല്ലേരിയ ആമെ സ്തോത്രം ആമെ കർത്താവായ ശിഷ്യന്മാരെ പണവും ചെരുപ്പും ഇല്ലാതെ അയച്ചു. എന്നാൽ ഒരു കുറവും കൂടാതെ അവരെ നടത്തിയത് ഓർക്കണം. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് ഒന്നും കൊടുക്കാതെ അയച്ചെങ്കിലും അവര് ഒന്നിനും കുറവ് കൂടാതെ ആമെ ശിഷ്യന്മാരെ യേശു നടത്തിയില്ലേ? ആദിമസഭയുടെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയാട്ട് ആദിമസഭ കടന്നുപോയ പീഡനങ്ങൾ നാം മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ, അന്ന് അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, ഇടുവാൻ ചെരുപ്പില്ലായിരുന്നു, അന്ന് അവർക്ക് യാത്ര ചെയ്യുവാൻ വാഹനങ്ങളില്ലായിരുന്നു. അല്ലേരിയ. ആമെ തുന്നിക്കേട്ട് ഷർട്ടുമിട്ട് കീറിയ ആമെ മുണ്ടുകൊടുത്ത് ചെളി പുരണ്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലേരിയ ദിവസങ്ങളോളം നമ്മുടെ പിതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ ചിക്കനും മട്ടനും ഒന്നും കിട്ടാനില്ലായിരുന്നു. അതൊന്നും അവർ കണ്ടിട്ട് പോലുമില്ല. പട്ടിണിയുടെ ദുരിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ നടുവിലൂടെ പിതാക്കന്മാർ കടന്നു പോയിട്ടുണ്ട്. അവർ മക്കളെ വളർത്തിയിട്ടുണ്ട്, മക്കളെ നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട്. കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോയ അനേക പിതാക്കന്മാർ നന്നായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ ഭാരപ്പെട്ട അനുഭവത്തെ മാതാപിതാക്കൾ നമുക്ക് മുമ്പിലുണ്ട്. അവയൊക്കെ ഓർത്തുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനത്തെ പോറ്റുന്നതോർത്താൽ, നമ്മെ നടത്തുന്നതോർത്താൽ നീ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ചെറിയ ചെറിയ ശോധനകളെ കണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്. ചെറിയ ചെറിയ ശോധനകളെ കണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് നമുക്ക് കുറവുള്ളത്? എല്ലാം ദൈവം തരുന്നില്ലേ? ഏറ്റക്കുറച്ചിൽ കാണും, കുറവുകളൊക്കെ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്റെ ജീവിതത്തിലുമുണ്ട്. പക്ഷെ നമുക്ക് പ്രത്യാശയാണ്. എന്ത് കുറവ് വന്നാലും പരിഹരിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഇടയ്ക്ക് പറഞ്ഞല്ലോ, എല്ലാവരും നിന്നോട് കൂടെ നടക്കും, എല്ലാവരും നിന്നോട് കൂടെ സഞ്ചരിക്കും. കൂട്ടുകാരിഷ്ടം പോലെ കാണും. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് പണമുള്ള നന്മയുള്ളപ്പോൾ, നിന്നെ കൊണ്ട് ഉപയോഗമുള്ളപ്പോൾ പലരും നിന്നോടൊപ്പം കാണും. പക്ഷെ നിനക്കൊരു ബലഹീനത വരുമ്പോൾ, നിനക്കൊരു കുറവ് വരുമ്പോൾ നിന്നോടൊപ്പം ആരും കാണത്തില്ല. അല്ലേരിയ. നിന്നോട് ആരും കാണത്തില്ല, എല്ലാവരും മാറി നിൽക്കും. ഇന്നലെ വരെ വിളിച്ച ഫോൺ കോൾ പോലും നിന്നെന്ന് വരാം. അല്ലേരിയ. അഥവാ നീ അവരത് കാണാൻ ചെല്ലെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് വരുന്നു പറഞ്ഞാൽ അവരെന്തെങ്കിലും തിരക്ക് പറഞ്ഞു മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അല്ല, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അതെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. അല്ലേരിയ. അവിടെ നമുക്ക് വിശ്വാസം ഉറയ്ക്കാൻ കഴിയണം. അല്ലേരിയ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അത് പരാജയപ്പെടുത്തുവാനോ പരാജയ ഭീതിയിലൂടെ പോകാനോ നിരാശയുടെ അലയിലൂടെ പോകാനോ അല്ല. ജീവിതം എന്നുള്ള പിറുപിറുപ്പിന്റെ അനുഭവത്തിലൂടെ പോകാനല്ല. ജീവിതം ആനന്ദിക്കണം, ജീവിതം സന്തോഷിക്കണം. അല്ലേരിയ. ഒരുപക്ഷെ നിന്റെ വീട്ടിനകത്ത് ഒരു പിടിച്ചു അരി പോലും കാണത്തില്ല, മക്കൾ പട്ടിണിയായിരിക്കും, ദുരിതമായിരിക്കാം. പക്ഷേ എന്നാലും നീ ക്രിസ്തുവിൽ സന്തോഷിക്കണം. ദൈവം നിന്റെ കരങ്ങളിൽ തന്ന സത്യവേദ പുസ്തകമുണ്ടല്ലോ, ആ സത്യവേദ പുസ്തകം എടുത്ത് നീ നിന്റെ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തുതി ഗീതങ്ങൾ നിന്റെ നാവിൽ പുറപ്പെടുമ്പോൾ, ദൈവ വചന നീ നിന്റെ മക്കളോട് ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ചില പോരാട്ടങ്ങൾ മാറി ദൈവം ഉന്നതമായ വിടുതല നൽകുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് പകൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സ്നേഹിത, ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കാൻ ആഗ്രഹിക്കുക. അല്ലേരിയ. നമുക്കെപ്പോഴും അങ്ങനെ ജീവിക്കാൻ ചിന്തിക്കാൻ കഴിയണം. ഞാനും എൻ്റെ കുടുംബങ്ങളെ സേവിക്കുകയും യോശുവ പറഞ്ഞ വചനമൊക്കെ നമുക്ക് നല്ല സുപരിചിതമാണ്. നമ്മൾ അതൊക്കെ വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ കടന്നുപോയി വിശ്വാസത്താലാണ് നമ്മൾ തിരിച്ചറിയണം. വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. പുതിയ നിയമ വിശ്വാസികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസം പഴയ നിയമ ഭക്തന്മാർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. പഴയ നിയമ വിശ്വാസികൾക്ക്, പഴയ നിയമ ഭക്തന്മാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം പുതിയ നിയമസഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേരിയ. നമ്മൾ വിശ്വാസം പറയും, വിശ്വാസം പ്രസംഗിക്കും, അല്ലേരിയ. പക്ഷെ വിശ്വാസത്തിന് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അല്ലേരിയ. പഴയ നിയമ ഭക്തന്മാരിൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിരുന്നു, വിശ്വാസത്തിന് വില കൊടുത്തിരുന്നു. അല്ലേരിയ. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, യഹോവയായ ദൈവം വിടുവിക്കുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നുകൊണ്ട് വിശ്വാസത്തിന് വളരെ വില കൊടുത്തു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് വിശ്വാസം ചോർന്നുകൊണ്ടിരിക്കുക.
വിശ്വാസം ചോർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സകല പരാജയത്തിനും കാരണം. പ്രൈസറോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകരുത്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്, വചനം എന്താണ് പറയുന്നത്? തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പി. അല്ലേല് നമ്മൾ പത്രോസിന്റെ ജീവിതമൊക്കെ പഠിച്ചാൽ ഒരുപക്ഷെ പത്രോസ് അത് പറയുമ്പോൾ പത്രോസിന്റെ കാലഘട്ടത്തിൽ പത്രോസും കടന്നുപോയ സാഹചര്യങ്ങളിൽ സുവിശേഷീകരണത്തിൽ പത്രോസും ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ കുറവുള്ള മനുഷ്യനായിരിക്കാം. അല്ലേലൂയ. ആ കുറവുകൾ കണ്ടിട്ട് പത്രോസ് പരാജയപ്പെട്ടു പോകാതെ, ക്ഷീണിതനായി നിരാശനായി മാറാതെ പത്രോസ് പറയും, 1 പത്രോസ് ലേഖനം 5-6 വാക്യം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിന്ന് പത്രോസ് പറയുക. ലേരിയ. അപ്പൊ ഭക്തന്റെ ജീവിതത്തിലും കുറവുണ്ടായിരുന്നെന്ന്, അവരുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അടിപാതയിൽ പോയില്ല. അവരൊക്കെ ദൈവത്തിന് പുറപ്പോടെ നിന്ന് അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്ന പരിശുദ്ധന്മാവിൽ കൂടെ നമുക്ക് എഴുതി തന്നിരിക്കുന്ന തിരുവെഴുത്തുകൾ, അല്ലേലിയ, എന്നെ നിങ്ങളെ ശക്തി പിടിപ്പിക്കുന്നതായിരിക്കണം, നമ്മളെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. അല്ലേലിയ. അങ്ങനെ കുറവുകൾ ഉണ്ടെന്നേ. കുറവുകളില്ലാത്തത് ആരുമില്ല. അത് ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. അല്ലേലൂയ. ദേശത്ത് ക്ഷാമം വരാം, ദേശത്ത് സങ്കടങ്ങൾ, ദുഃഖങ്ങൾ കടന്നു വരാം, കണ്ണുനീര് കടന്നു വരാം. എന്നാലും നമ്മൾ തളരരുത്. നമുക്കൊക്കെ അനുഭവിക്കുവാനും ഓർക്കുവാനും ചിന്തിക്കുവാനും അറിയാവുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളൊക്കെ കടന്നുപോയി 2018 ജലപ്രളയം, 19 ജലപ്രളയം, 2020 കൊറോണ എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച സകല മനുഷ്യർക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അല്ലെ? ഏകദേശം പ്രളയങ്ങൾ മാറി മാറി പ്രളയങ്ങൾ, മഹാവ്യാധികൾ, വീട്ടിൽ നിറങ്ങുവാൻ കഴിയാതെ, പുറത്തിറങ്ങുവാൻ കഴിയാതെ, യാതൊരു സംസർഗവുമില്ലാതെ, സമ്പർക്കവുമില്ലാതെ, ആരുമായിട്ട് ഇടപഴകാൻ കഴിയാതെ, ഭവനത്തിന് പുറത്തിറങ്ങാൻ കഴിയാതെ സർക്കാർ നിയമം കൊണ്ടുവന്ന് ലോകം മുഴുവൻ അടച്ചു പൂട്ടി ഭവനത്തിനകത്ത് നാം ഇരുന്ന ചില സന്ദർഭങ്ങളില്ലേ? അല്ലേ? ഭവനത്തിനകത്തിരുന്നപ്പോൾ പലതും നമുക്ക് കുറവായിട്ട് വന്നിട്ടുണ്ട്. പല കുറവുകളും നമ്മൾ നേരിട്ടിട്ടില്ലേ? എന്നാൽ ആ കുറവിന്റെ നടുവിലൊക്കെ നമ്മെ വിടിവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. ആ ജലപ്രളയം മാറി, ആ കൊറോണ മാറി, തുടർന്ന് പലവിധമായി വ്യാധികളും മഹാമാരികളും പേമാരികളും കൊടുങ്കാറ്റ് ഉൾപ്പെട്ടുള്ള നാശനഷ്ടങ്ങളും ഭൂകമ്പങ്ങളും മാറി മാറി ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ പലപ്പോഴും തകർന്നു പോകാമെന്ന് പറഞ്ഞ് ചിന്തിച്ച സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മെ കൈപിടിച്ചുയർത്തിയില്ലേ? ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം കേട്ടോ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മാത്രം പറഞ്ഞ് സ്തുതിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പരാജയം വന്ന അതിനു മുമ്പിൽ പിറുവിറുക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയണം. എന്മനവേ യഹോവയെ വാഴ്ത്തുക, സർവ്വാധിപ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനവേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന. ഹല്ലേലൂയ. അത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മാത്രമേ പറയാവൂ. പ്രൈസലോ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഒരു ബലഹീനത കണ്ടാൽ അവിടെയല്ല നീ പരാജയപ്പെടേണ്ടത്, അവിടെയല്ല നീ പിറുവിറുക്കരുത്. ബലഹീനതകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു ജയം വരുന്നുണ്ട് കേട്ടോ. അല്ലേ? അവൻ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്താൽ ഒരു നിമിഷം പോലും നിനക്ക് പിറുവിറുക്കാൻ സമയം കാണത്തില്ല. നിന്റെ ജന്മം, നിനക്ക് ദൈവം ഈ ഭൂമി തന്ന ജീവിതം, ആയുസ്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ്, നിങ്ങളുടെ പ്രായം എത്രയാണോ ആ പ്രായം വരെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണ്ട. ഇതുവരെ നിങ്ങളെ നടത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് വീഴമായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം നിന്നെ താങ്ങി നിർത്തിയില്ലേ? അവൻ പരീക്ഷയോടുകൂടി നീക്കുപോക്ക് നൽകുന്ന, പോക്കുവഴി നൽകുന്ന ഒരു ദൈവമാണ്. വീണാതോടെ താങ്ങി നിർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിതാവായി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനാണ്? നമ്മുടെ കുറവുകൾ പരിഹരിക്കുവാൻ. അല്ലെങ്കിൽ പിതാവ് തന്റെ പുത്രനായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതും നമ്മുടെ കുറവ് എന്ന് പറയുന്ന പാപം, അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത് വലിയൊരു കുറവാണ്, വലിയൊരു പരാജയമാണ്. ആ പാപത്തെ, ആ കുറവിനെ, ആ പാപത്തെ നമ്മെ വിടുവിച്ച് കൊണ്ടുവന്ന് നമ്മെ ഒന്ന് നീതിമാനാക്കാൻ വേണ്ടി, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ തന്ന്, ഹല്ലേലൂയ, നമ്മെ വീണ്ടെടുത്തത് ഓർത്താൽ, നമ്മെ പുറത്തെടുത്തത് ഓർത്താൽ, നമുക്ക് തന്ന മഹത്വം ഓർത്താൽ, നമുക്ക് തന്ന ആരോഗ്യം ഓർത്താൽ, നമുക്ക് തന്ന സ്ഥാനമാനങ്ങൾ ഓർത്താൽ, നമുക്ക് തന്ന ആരോഗ്യം ഓർത്താൽ, നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം.
പ്രൈസ്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് കടന്നുപോയ ശോധനകൾ ഏറെയാണ്. കപ്പൽ ഛേദത്തിലും പിരിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും വിവിധ നിലകൾ, ഉപദ്രവങ്ങൾ, പീഡകൾ ഒക്കെ ഏൽക്കുന്ന സാഹചര്യത്തിൽ തൻ ബലഹീനനായ സമയങ്ങളിലും സ്ഥലത്ത് തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കാരാഗ്രഹത്തിന്റെ പൂട്ടിയ സന്ദർഭങ്ങളെയൊക്കെ പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള എല്ലാ തന്റെ കുറവുകളെ കണ്ട് പൗലോസ് പിറുപിറുക്കുകയല്ല ചെയ്തത്. പൗലോസ് ദൈവത്തെ പാടി സ്തുതിക്കുക ചെയ്തത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗലോസ് സമർപ്പിക്കപ്പെട്ടു. ഒരു ദിവസം പൗലോസിനെ ശീലാസിനെയും കൂടെ വലിച്ചിഴച്ചുകൊണ്ട് കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി. അല്ലേരിയ കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടിക്കഴിഞ്ഞപ്പോ പൗലോസും ശീലാസും തങ്ങൾക്കുണ്ടായ കുറവുകൾ, തങ്ങൾക്കുണ്ടായ ബലഹീനതകൾ ഓർത്ത് ദൈവനാമത്തെ ദൂഷിക്കുവാൻ അവർ തയ്യാറായില്ല. അവർ ദൈവത്തിന് പിറുവിറുക്കാൻ തയ്യാറായില്ല. അർദ്ധരാത്രിയുടെ സമയത്ത് അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. അവരുടെ കൈമേലുള്ള ചങ്ങലകളിൽ അഴിഞ്ഞു വീഴുന്നു. കാരാഗ്രഹത്തിലുണ്ടായ സകല ജനങ്ങൾ സ്വതന്ത്രമായി. ഹല്ലേലൂയ. അതൊരു വിടുതൽ ദൈവം അയക്കും. അതേസമയത്ത് കുറവുകൾ കണ്ട് പൗലോസും ശീലാസും തളർന്നു പോയിരുന്നെങ്കിലോ അങ്ങനെ ഒരു അത്ഭുതം നടക്കില്ലായിരുന്നു. അതെ, എന്നെ കേൾക്കുന്ന മാതാവിൻ പിതാവേ, ശോധന ദൈവത്തെ പാടി സ്തുതിക്കേ, ദൈവത്തെ പാടി ആരാധിക്കുക. അല്ലെറിയ നീ തളരാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഉണരും. അല്ലേലിയ. അപ്പോൾ വായിച്ചു വചനത്തിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് വായിച്ചു വചനം? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്ത് തരും. തീർത്ത് തരുമെന്ന കേട്ടോ. അല്ലേലിയ. തീർത്ത് തരാമെന്നല്ല, ആലോചിക്കട്ടെന്നല്ല, ചിന്തിക്കട്ടെന്നല്ല, നോക്കട്ടെന്നല്ല. നമ്മളൊക്കെ പറയുന്ന തരാം, നോക്കട്ടെ, ആലോചിക്കട്ടെ, കിട്ടാനുണ്ട്, അവിടുന്ന് കിട്ടാതെ തരുമ്പോൾ തരാം എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നത്. അല്ലേലിയ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറയുന്നേ. നിന്റെ ബുദ്ധിമുട്ട് മുഴുവൻ തീർത്ത് തരുമെന്നാ. മുഴുവൻ ബുദ്ധിമുട്ട് തീർത്തു തരാതെ ഈ 2025 നീ കടന്നു പോകുന്ന ശോധന തരവില് നിന്നെ വിടിവിക്കുവാൻ ദൈവശക്തന. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിൽ മതിയാകുന്നത് പൗലോസ് പറഞ്ഞതുപോലെ ദിനന്തോറും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. രക്തജയം. അതേ, കഷ്ടതയുടെ വേദന നടുവിൽ കടന്നു പോകുന്ന മാതാപിതാക്കളെ, ശ്രോതാക്കളെ, നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ഭാരപ്പെടരുത്, നീ സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. ഏത് പ്രതിസന്ധി ജീവിക്കണം. പതിഞ്ഞ മൂക്കുള്ളവനെ പോലെ നൽകിയ സ്തോത്രം. നീ നിരാശനായി മാറാതെ അതിന് നടുവിൽ ആനന്ദിക്കാൻ കഴിയണം. പതിഞ്ഞ മൂക്കുള്ള മനുഷ്യൻ നിരാശനായി മാറെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത വെപ്പുകാലുള്ള സൗന്ദര്യം കുറഞ്ഞ മെലിഞ്ഞ പെൺകുട്ടി പൂന്തോട്ടത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചവൾ സന്തോഷിച്ചതുപോലെ അതെ, നിന്റെ ബലഹീനതയുടെ നടുവിൽ നീ ദൈവത്തെ പാടി സ്തുതിച്ച് സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേലി. അവിടെയാണ് ജയം കിടക്കുന്നത് കേട്ടോ. അത് ഇത് പകൽ ആരെങ്കിലും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കാമോ? യേശുവിന് നിന്നെ സമർപ്പിക്കാമോ? പാപങ്ങൾ ഏറ്റുപറയാമോ? കുറവുകൾ ഏറ്റുപറയാൻ കഴിയാമോ? നിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ്, നിന്റെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ്, യേശുവെ അങ്ങക്ക് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുള്ളൂ, അങ്ങേക്ക് മാത്രമേ എന്നെ വിടിയിപ്പാൻ കഴിയുള്ളൂ, അങ്ങ് മാത്രമാണ് ഏക സത്യ ദൈവം, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നത്, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികളെ, ഗോത്ര വിഭാഗങ്ങളെ, ആദികൾ, ട്രൈബൽ മേഖലയും ജനത്തെയും അധികാരികളെയും, കരസേനയും വ്യോമസേനയും നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന ഞങ്ങളുടെ സൈന്യത്തിനായി, ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗങ്ങൾക്ക്, രഹസ്യാന വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക, ഭാഗ്യ മേഖലയില് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെ, എല്ലാ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടലോര വാസികൾ, തീരദേശവാസികൾ, സമുദ്ര, നാട്, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കനികളിൽ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരി, വ്യവസായം, ക്ഷീരമേഖലയും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കും, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ ഭരണപക്ഷ പാർട്ടികളിൽ ശൈശവത്തിലും, ബാല്യ, കൗമാരി, യൗവനത്തിലും, വാർദ്ധക്യം, നിരാൽപ്പെടുത്തരും, അശരണ, യാത, റോഷണ, ചോട്ടൻ, തടവറിൽ കടന്നു പോകുന്നവർ, കർത്താവ് മാരകമായ രോഗങ്ങൾക്ക് വിലങ്ങിണ്ടായിരിക്കും, മാനസിക ഭാരപ്പെടുന്നവർ, വിവിധ രോഗത്താൽ ഹോസ്പിറ്റലിൽ ആശ്രയം പ്രാപിച്ചിരിക്കുന്നവർ, കടക്കണിയുടെ കടന്നുപോയി ജപ്തി എഴുതും, ഭവനമില്ലാത്തവർ,
ഇരുന്നിട്ട് ഭൂമിയില്ലാതെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവ് വിവാഹപ്രായത്തിൽ സൂര്യമാർ വിവാഹം ചെയ്ത് ചിന്ന വിധമായി കോടതിയിൽ അനുമതി കേസ് വെക്കണം സങ്കടപ്പെടുന്നവർ, അല്ലെങ്കിൽ വിദേശ രാജ്യ കഷ്ടത്തെ വേദന വളരെ വേദന ആദ്യക്കടന്നുകൂടി ഭാരപ്പെടുന്നവർ, വിസ അഭിജിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, വിദേശ ജയിലിൽ കിടക്കുന്നവർ, അല്ലെങ്കിൽ അവിടെ താമി കഷ്ടതയിൽ കടന്നു പോകുന്നവർ, വിദേശ പീഡകൾ സൗകര്യമാർ ആമേ സാലറി മുടങ്ങി കിടക്കുന്ന അനവധി ആളുകൾ, ആമേ മാരകമായി രോഗത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ജനത്തിന് വിടുതലും ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണേ. തീവ്രവാദി ഭീകരവാദി വർഗീയതയും പെട്ടുകൾ മാനസാന്തരപ്പെടുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആമേ കർത്താവ് സഹോദരന്റെ മദ്യത്തിനും മയക്കും പഞ്ച ലഹരിക്ക് അടിമകളായിരിക്കുന്ന ജനത്തിനായി കർത്താവ് അവരുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങിയുടെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹോദരനെ കർത്താവിന്റെ ദൈവദാസദാസന്മാർ കഷ്ടതയുടെ പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ നിന്ദയുടെ അപമാനത്തിന്റെ വെന്നയുടെ കടന്നുപോകുന്ന നിരവധി ആളുകളുണ്ട്. വിശേഷക്കാരുടെ പീഡയിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്, കൊടിയ മർദ്ദനമേൽക്കുന്നവരുണ്ട്. കർത്താവ് എല്ലാ ജനത്തിനും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും തകരുവാൻ അനുവദിക്കരുത്. തലമുറകളെ ഓർക്കുകയാണ്. ഈ ലോകത്തിൽ കർത്താവ് മദ്യവും മയക്കും പഞ്ച ലഹരി പദാർത്ഥങ്ങൾ സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളെ കേന്ദ്രീകരിച്ച് ആമി കർത്താവ് സ്തോത്രം മദ്യവും മയക്കും രൂപങ്ങൾ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് സ്തോത്രയുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ അവരിലൊക്കെ വിടിവിച്ച് കർത്താവെ ബലഹീനരായി കുറവുള്ളവരായി മാറാതെ ക്രിസ്തുവിൽ ജയാളികളായി ജീവിക്കാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെ പേര് ദൈവനീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.